കൊച്ചിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ തുടർച്ചയായി വൈകുന്നതിൽ കടുത്ത നിലപാടുമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. സിയാൽ വിമാന കമ്പനിയായ സ്പൈസ്ജെറ്റിന് നോട്ടീസ് നൽകിയതായാണ് വിവരം. ഓഗസ്റ്റ് 1 മുതൽ സർവീസുകളിൽ വ്യാപകമായ കാലതാമസമുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. സർവീസുകൾ കൃത്യമായി നടത്താൻ കഴിയാത്ത പക്ഷം അനുവദിച്ചിട്ടുള്ള സ്ലോട്ട് പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പാണ് വിമാനത്താവള അധികൃതർ നൽകിയിരിക്കുന്നത്. സ്പൈസ്ജെറ്റിന്റെ സർവീസുകളിലെ തുടർച്ചയായ ക്രമക്കേടുകൾ യാത്രക്കാരെ വലിയ ദുരിതത്തിലാക്കുന്നുവെന്നാണ് സിയാലിന്റെ നിലപാട്. പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകളടക്കം തുടർച്ചയായ പ്രവർത്തന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതുമൂലം യാത്രക്കാർക്ക് അനിശ്ചിതത്വവും ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നതായും സിയാൽ വ്യക്തമാക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഫുജേറയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന SG-081 വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയിരുന്നു. രാവിലെ 11:45 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് പിന്നീട് പല തവണ സമയം മാറ്റുകയും ഒടുവിൽ വൈകിട്ടോടെ റദ്ദാക്കിയതായി അറിയിക്കുകയും ചെയ്തത്. വിമാനം റദ്ദാക്കുന്നതിന് വ്യക്തമായ കാരണം വിമാന കമ്പനിയോ വിമാനത്താവള അധികൃതരോ ഇതുവരെയും വ്യക്തമാക്കുന്നില്ല. ഇതോടെ ഇന്നലെ രാവിലെ മുതൽ വിമാനത്താവളത്തിൽ കാത്തിരുന്ന യാത്രക്കാർ കടുത്ത ദുരിതത്തിലായി. SG-081 വിമാനം ആദ്യം രാവിലെ 11:45 കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സർവീസ് രാത്രി 9:40 പുനഃക്രമീകരിച്ചു. യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കാത്തുനിന്ന ശേഷമാണ് വൈകിട്ടോടെ സർവീസ് റദ്ദാക്കിയതായി അറിയിച്ചത്. സർവീസ് റദ്ദാക്കിയതിന്റെ കാരണം സംബന്ധിച്ച് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ വിശദീകരണം ലഭിക്കാത്തതാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. അന്താരാഷ്ട്ര സർവീസ് ആയതിനാൽ യാത്രക്കാർക്ക് തുടർയാത്രകളും മറ്റ് കണക്ഷനുകളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും മോശം കാലാവസ്ഥയാണെന്നുള്ളൊരു തൊടുന്യായമാണ് കമ്പനി പറയുന്നത്. എന്നാൽ ഇതിനെ സിയാൽ തള്ളുകയാണ്. സർവീസുകൾ വൈകാനും റദ്ദാക്കാനും കാരണം കൊച്ചിയിലെ മോശം കാലാവസ്ഥയാണെന്നാണ് സ്പൈസ്ജെറ്റിന്റെ വിശദീകരണം. ഓഗസ്റ്റ് 22 വിമാന കമ്പനി സാമൂഹിക മാധ്യമത്തിലൂടെ കൊച്ചിയിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പുറപ്പെടലുകളും വരവും തുടർന്നുള്ള കണക്ഷൻ സർവീസുകളും ബാധിക്കാമെന്ന് യാത്രക്കാരെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിശദീകരണം സിയാൽ പൂർണ്ണമായും തള്ളി. വിമാന സർവീസുകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിമാനത്താവള അധികൃതരുടെ വിശദീകരണം. അതേ കാലയളവിൽ കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തിയ മറ്റ് വിമാന കമ്പനികൾ കാലാവസ്ഥയെ തുടർന്ന് സമാനമായ റദ്ദാക്കലുകളോ തടസ്സങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിയാൽ ചൂണ്ടിക്കാട്ടുന്നു. സ്പൈസ്ജെറ്റ് കാലാവസ്ഥയെ കാരണമായി ചൂണ്ടിക്കാട്ടിയത് തെറ്റായ വിവര പ്രചാരണമാണെന്നും രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. തുടർച്ചയായി യാത്രക്കാരുടെ പരാതികൾ ഉണ്ടായിട്ടും വിമാന കമ്പനി പ്രശ്നങ്ങൾ മതിയായ രീതിയിൽ പരിഹരിച്ചിട്ടില്ലെന്നും സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മോശമായെന്നുമാണ് സിയാലിന്റെ ആരോപണം. യാത്രക്കാർക്ക് മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. സർവീസ് സമയത്ത് പുറപ്പെടാത്തതിനെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിമാനം വൈകുന്നത് യാത്രക്കാരുടെ തുടർന്നുള്ള യാത്രാ പദ്ധതികളെയും കണക്ഷൻ വിമാനങ്ങളെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് പലപ്പോഴും കാലതാമസത്തിന്റെ വ്യാപ്തി യാത്രക്കാർക്ക് മനസ്സിലാകുന്നത്. ഇതോടെ പ്രായമായവർ, കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ, അന്താരാഷ്ട്ര കണക്ഷൻ വിമാനങ്ങൾ പിടിക്കേണ്ടവർ എന്നിവരുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്.